ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി കിച്ചണിലേക്ക് വരികയാണ് കേട്ടോ. അലീന പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വൈജയന്തി വന്നിട്ട് നീ ജയിച്ചു എന്നാണോ നിന്റെ വിചാരം? യുദ്ധം ജയിച്ചു നിൽക്കുന്ന ഫീൽ ആയിരിക്കുമല്ലേ നിന്റെ എന്ന് ചോദിക്കാൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ആരോടും യുദ്ധം ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് യുദ്ധം ജയിച്ച ഫീൽ എന്തിനാന്ന് പറയാണ് കേട്ടോ. മേഡത്തിൻ്റെ മനസ്സിലാണ് യുദ്ധം നടക്കുന്നത്, അടിയും ഇടിയും വെട്ടും ബഹളവും ഒക്കെ നടക്കുന്നത്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അലീന പറയുന്നത്, എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഒരിക്കലെങ്കിലും മേഡം എന്നെ മോളായിട്ട് കണ്ടിരുന്നെങ്കിൽ, മോളേന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് പറയാൻ കേട്ടോ. 10 ജന്മം കഴിഞ്ഞാലും നീ ഈ പറഞ്ഞ കാര്യം നടക്കാത്ത കാര്യമാണ്. എൻ്റെ മകളായി ജനിക്കണമെന്നുണ്ടെങ്കിലേ എൻ്റെ ചോര ഒഴുകണം ഞരമ്പിലൂടെ, ഈ വയറ്റിൽ പിറക്കണം. എൻ്റെ 3 മക്കളെ അങ്ങനെ പറഞ്ഞതാ. അതുകൊണ്ട് നീ ആ സ്ഥാനമൊന്നും മോഹിക്കാൻ നിൽക്കണ്ട. ബാലേന്ദ്രൻ്റെ ദത്തുപുത്രിയാണെന്ന് കരുതിയിട്ട് നീ വലിയ നെഗളിപ്പൊന്നും വേണ്ട. വീടിൻ്റെ മൂത്ത മകളുടെ സ്ഥാനം കിട്ടിയെന്ന് വിചാരിച്ച് നീ അഹങ്കരിക്കാൻ വേണ്ട. എനിക്ക് യാതൊരു അഹങ്കാരവും ഇല്ല അലീന പറയട്ടോ. അപ്പോൾ പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്? അപ്പോൾ സാറ് സമ്മതിക്കാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്, ഞാൻ പോയതല്ലേ. അയ്യടാ, ചാറ് സമ്മതിച്ചില്ല, അവളൊരു ചാറ് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. നിന്നെ ആട്ടി വിട്ടതല്ലേടി ഞാൻ, പിന്നെ നീ നാണില്ലാണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നതെന്ന് പറയുകയാണേ. അതിനുശേഷം തിരിച്ചു പോയിട്ട് വീണ്ടും വരികയാണേ. എന്നിട്ട് പറയുന്നത്, നീയും ഞാനും കൂടിയിട്ട് ഒരു വീട്ടിൽ വാഴുമെന്ന് വിചാരിക്കേണ്ട, ഒന്നുകിൽ വൈജയന്തി അല്ലെങ്കിൽ നീ, രണ്ടിലൊരാൾ മാത്രമേ ഈ വീട്ടിലുണ്ടാവുമെന്ന് അലീനനെ വിളിച്ചിട്ട് കിച്ചണിൽ നിന്ന് പോവുകയാണേ. അതിനുശേഷം മുത്തശ്ശിക്ക് ചായ കൊണ്ടുവരാണ് കേട്ടോ അലീന. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ അലീന ഒന്ന് നോക്കിയിട്ട് അത്രയ്ക്ക് രസത്തിലില്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീന വന്നിങ്ങോട്ട് കാപ്പി കൊടുക്കുകയാണ്. ഇതാ മുത്തശ്ശിക്ക് കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. എഴുന്നേക്കാനൊന്നും ശ്രമിച്ചില്ലല്ലേ, ആ ഇരിപ്പാണ് എന്ന് പറയും. അപ്പോൾ എഴുന്നേക്കാനായിട്ട് ആരെങ്കിലും സഹായം വേണ്ടേ? അതിനിവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയും കേട്ടോ. എന്നെ എല്ലാവരും കൂടെ പുറത്താക്കിയില്ലേ, അല്ലെങ്കിൽ ഞാൻ സഹായിച്ചേനെ മുത്തശ്ശിനെ എഴുന്നേറ്റ് ഇരുത്താനൊക്കെ എന്ന് പറയും. എന്താ കാപ്പി എന്ന് പറഞ്ഞിട്ട് കാപ്പി കൊടുക്കുകയാണ്. കാപ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ മുത്തശ്ശി കുടിക്കാതെ അങ്ങനെ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാണ്. എന്നെ എല്ലാവരും കൂടെ പുറത്താക്കിയത് കൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുത്തശ്ശിനെ പിടിച്ചൊക്കെ എഴുന്നേൽപ്പിച്ചേനെ എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി ഒന്നും പറയില്ല. എനിക്കറിയാം മുത്തശ്ശിക്കടക്കം എല്ലാവർക്കും എന്നോട് ഇവിടെ ഇഷ്ടക്കുറവുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ ഞാനിതിൽ എന്ത് ചെയ്യാനാണ് മുത്തശ്ശി എന്ന് പറയും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വൈജ എൻ്റെ മകളല്ലേടി, എൻ്റെ സ്വന്തം മോള്. അവളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കുമോ? അത് തന്നെയാണ് നീ ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. നീ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ സ്ഥിതി ശാന്തമാകുന്നുണ്ടെങ്കിൽ അതങ്ങനെ ആകട്ടെ എന്ന് ഞാനും കരുതി. ഞാൻ ഇവിടുന്ന് പോയാൽ ഒരിക്കലും ഈ വീടിൻ്റെ സ്ഥിതി വളരെ വളരെ മോശമാവുകയുള്ളൂ മുത്തശ്ശി, അല്ലാതെ നന്നാവൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ. നിനക്ക് ബാലേന്ദ്രൻ ഒരു സ്ഥാനമൊക്കെ തന്നിട്ടുണ്ടല്ലോ ദത്തുപുത്രിന്ന് എന്ന് പറയും. അങ്ങനെ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്, ഈ പത്മഭൂഷൺ പത്മശ്രീ അങ്ങനെയൊക്കെ പറയൂലേ, അതുപോലെ ഒരു സ്ഥാനം എന്ന് പറയാൻ കേട്ടോ. എന്നിട്ടിങ്ങനെ ചിരിക്കുകയാണ് അലീന. അപ്പോൾ പക്ഷേ ഞാനിപ്പോഴും ഇവിടുത്തെ ജോലിക്കാർ തന്നെ രീതിയിലാണ് ജീവിക്കുന്നത്, അല്ലാണ്ട് എനിക്ക് ഒരു സ്ഥാനവും വേണ്ട, ഒരു ചില്ലി കാശ് പോലും വേണ്ട ദത്തുപുത്രിയാണെന്നുള്ള ഒരു സ്ഥാനത്തിന്. എനിക്ക് ഒരാളുടെ അവകാശവും വേണ്ട, മുതലും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ കഴിയുന്നത് ഈ വീട്ടിലെ വലിയ വലിയ വീട്ടിലെ സൗകര്യങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞിട്ടോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ ഈ വീട്ടിൽ നിങ്ങളെല്ലാവരും സേവിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ നിങ്ങളെല്ലാവരും എൻ്റെ ശത്രുവായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറയും. മുത്തശ്ശി എന്തായാലും കാപ്പി കുടിക്കുക, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കുളിക്കൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോകുകയാണേ. പിന്നെ വൈജയന്തി കമലയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വൈജയന്തി കമലോട് ചോദിക്കുകയാണ്, കമലടുത്ത് സംസാരിക്കാൻ സമയമുണ്ട്. അതിനെന്താ സംസാരിക്കാമല്ലോ, നീ കാര്യം പറയുന്നു പറഞ്ഞിട്ടാ. ബാലേന്ദ്രൻ തിരികെ വന്നിട്ടുണ്ട്. വന്നോ എന്ന് പറയാൻ കേട്ടോ. അവളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അവളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അവളെ കൊണ്ട് വരുന്നത് കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് അങ്ങോട്ട് കാലി തുള്ളിയിട്ട് എന്നൊക്കെ വൈജയന്തി പറയാൻ കേട്ടോ. അപ്പോൾ പറയും, ഒരാഴ്ച പുറത്ത് കഴിഞ്ഞിട്ട് ഹോട്ടലിലൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ, ക്ഷീണം കാണാൻ അവൾക്ക് എന്നുള്ള രീതിയിൽ തെറ്റായ രീതിയിൽ പറയാൻ കേട്ടോ. അതൊക്കെ പോട്ടെ കമലെടുത്തി, പക്ഷേ അവളെ ബാലേന്ദ്രനെ ഒരു കാര്യം പറഞ്ഞവളെ കുറിച്ച്. എന്ത് കാര്യം? അവളെ ദത്തുപുത്രിയാക്കി എടുത്തുന്നു, അവളെ ദത്തെടുത്തുന്നു ബാലേന്ദ്രൻ. എന്ത് ദത്തുപുത്രിയോ എന്ന് ചോദിക്കാൻ കേട്ടോ. അവളെ മകളായിട്ടേ അംഗീകരിച്ചു എന്നാണ് പറഞ്ഞത്. ഈ വീട്ടിൽ രോഹിത്തിനും ബബിക്കും കൃഷ്ണമോൾക്കുമുള്ള എല്ലാ സ്ഥാനങ്ങളും അവൾക്കും കൂടി ഉണ്ടെന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ എങ്ങനെ സഹിക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കമല പറയണ, കേട്ടിട്ട് എനിക്ക് തന്നെ സഹിക്കുന്നില്ല.
ഇതെന്തൊക്കെയാണ് ബാലേന്ദ്ര ചേച്ചി, എന്ത് പൂച്ച പോലെ ഇരുന്നിട്ട് ഇപ്പം പുലിയായി മാറിയല്ലേ അവൻ, ഇതിനാണ് അവൻ പൂച്ച പോലെ ഇരുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ കമലെടുത്തി. എന്നിട്ട് നീ ഇതൊക്കെ കേട്ട് നിന്നോ വൈജയഞ്ചു? പിന്നെ ഞാൻ എന്ത് ചെയ്യും കമലെടുത്തി? പിള്ളേരത് കേട്ട് നിന്നോ? പിള്ളേർ അനുസരിക്കാതെ എന്ത് ചെയ്യും? രോഹിത് ഒരു തെമ്മാടിത്തരം കാണിച്ചുകൊണ്ട് അവന് വായ തുറക്കാനുള്ള അവകാശം ഇല്ലാത്ത പോലെയാണ്. പിന്നെ ബാബിക്ക് അച്ഛനെ പേടിയാണ്. പിന്നെ കൃഷ്ണമോളെ കാര്യം പറയേ വേണ്ടല്ലോ, അവൾ എന്നും അവരുടെ കൂടെ തന്നെയാണ്. ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനേ രാജീവനെ വിളിക്കാം, നീ രാജീവനെ വിളിക്കും, ഞാൻ ശിവേട്ടനെ വിളിക്കാമെന്നൊക്കെ പറയാൻ കേട്ടോ. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നം കുറച്ചും കൂടെ വഷളാവുള്ളൂ. ആ കമലെടുത്ത് എനിക്കറിയില്ല എന്ത് ചെയ്യേണ്ടത്, ഇതിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. എനിക്ക് രണ്ടിലൊന്ന് തീരുമാനം അറിയണമെന്ന് വൈജ പറയാണ്. ശരി, നമുക്ക് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കാമെന്നൊക്കെ പറയുകയാണേ. ആ സമയത്ത് നമ്മളെ മനു വരുന്നുണ്ട് കേട്ടോ. മനു ഇവിടെ പുറത്ത് പോയിട്ട് വരികയാണേ. അപ്പോൾ രഞ്ജിനി വന്നിട്ട് ഇങ്ങനെ മനുവിനോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ? അമ്മനോട് കാണുന്നില്ല, അമ്മ ആരോടോ ഫോണിലാ. ഇത്ര നേരം ആൻറ്റി വിളിച്ചിരുന്നു. എന്താണ് സംഭവം എന്ന് ചോദിക്കാൻ കേട്ടോ. സംഭവമൊക്കെ കുറച്ചധികം ഉണ്ട്, കുറച്ചും കൂടെ വിശകലനം ചെയ്ത് പറയണം. ആണോ? എന്നാ നമുക്ക് അവിടെ ഇരുന്ന് പറയാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഇരിക്കുകയാണേ. എന്നിട്ട് നീ കാര്യങ്ങൾ പറയും. ബാലേന്ദ്രൻ്റെ അങ്കിള് വന്നു എന്ന് പറയും. വന്നാ? അലിനെയും കൂട്ടി വന്നു എന്ന് പറയട്ടോ. അതേതായാലും നന്നായി എന്ന് മനു പറയട്ടോ. വെറുതെ വന്നത് മാത്രമല്ല, ബാലേന്ദ്രൻ്റെ അങ്കിളെ അവിടെ തകിടം മറച്ചു എന്ന് പറയും. എന്താ സംഭവം? ബാലേന്ദ്രൻ അവളെ കൊണ്ടുകൂട്ടി വന്നിട്ടേ അവള് ബാലേന്ദ്രൻ അങ്കിളുടെ മകളാണെന്ന് പറഞ്ഞു. മകളോ? പോടി. സത്യമായിട്ടും ദത്തുപുത്രി. രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കുള്ള എല്ലാ അവകാശങ്ങളും ആ വീട്ടിലെ അലീനയ്ക്കുണ്ടെന്ന് ബാലേന്ദ്രങ്ങള് വൈജയാൻറ്റിയോട് കൂടെ പറഞ്ഞു എന്ന് പറയാണ് കേട്ടോ. സത്യമാണ് നീ പറയുന്നത് ചോദിക്കും. സത്യമാണ് പറയുന്നത്, എല്ലാവരോടും കൂടിയിട്ടാണ് ബാലേന്ദ്രങ്ങൾ പറഞ്ഞത്. അവൾ ഇനി അവിടുത്തെ ഹോം നേഴ്സോ വേലക്കാരിയോ അല്ല, എൻ്റെ മകളാണ് എന്നാണ് പറഞ്ഞതെന്നാണ് അറിഞ്ഞത് എന്ന് രഞ്ജിനി പറയാൻ കേട്ടോ. മനുവിന് അത് കേൾക്കുമ്പോൾ സന്തോഷമാവാണ് കേട്ടോ. എന്തായാലും പ്രശ്നങ്ങൾ ഇത്തിരി വഷളായി തന്നെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അതെന്താ അങ്ങനെ? ആൻറ്റിയുടെ നില എന്താണ്? ആൻറ്റി ഇപ്പോഴും അങ്ങനെ തന്നെ. ആൻറ്റിക്ക് എന്തെങ്കിലും പറയാനുള്ള ചോയ്സ് ഒന്നും ഇപ്പം ഇല്ലല്ലോ എന്തോ. പക്ഷേ ഇപ്പം ശാന്തമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും അടിയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ. എന്തായാലും മനുവേട്ടന് വലിയ ഇഷ്ടമായിട്ട് സന്തോഷമായിട്ടുണ്ടാവുമല്ലേ? എന്ത് സന്തോഷം? അലീന തിരിച്ചു വന്നല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് പറയട്ടോ. എന്തായാലും മനുവേട്ടൻ കൊണ്ടുവന്ന ആള് കൊള്ളാം എന്ന് പറയട്ടോ. അപ്പം എന്താ അവളൊരു പാവാടി എന്ന് പറയട്ടോ. പിന്നെ ഒരു പാവം എന്ന് പറയട്ടോ. എനിക്ക് അവളെ അറിയാത്തോണ്ടാ. ശരിക്കും അവള് റാണി ഝാൻസി റാണി എന്നൊക്കെ പറയൂലേ, അതാണ് അവള് എന്ന് പറയട്ടോ. അവൾക്ക് അപ്പോൾ പെങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട് എന്ന് പറയട്ടോ ആ പെൺകുട്ടി. അപ്പോൾ എന്താ, ശരിക്കും അലീന ബാലേന്ദ്രങ്ങളുടെ മകൾ തന്നെ ആയിരിക്കുമോ എന്ന് പറയും. ഒന്ന് പോടി, നീ എന്തേ പറയുന്നത്? എനിക്കങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം എന്തിനാ ഇത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അലീനെ? അതും എനിക്ക് ചെറിയ സംശയമുണ്ട്, എന്താ അതങ്ങനെ ചെയ്യുന്നതെന്ന്. എന്തായാലും പോട്ടെ, നീ എനിക്കൊരു ബ്ലാക്ക് കോഫി എടുത്തിട്ട് വായോ എന്ന് പറയും. അപ്പോൾ എൻ്റെ മൊബൈലൊന്ന് റീചാർജ് ചെയ്ത് തരണേ മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടിയും പോകും കേട്ടോ. പിന്നെ കാണിക്കുന്ന പിറ്റേസ് രാവിലെ തന്നെ അലീനെ മുറ്റടിക്കുമ്പോൾ കൃഷ്ണമോൾ ഓടി വന്നിട്ട് ദത്തുപുത്രിക്ക് ഇപ്പോഴും ജോലിയിൽ മാറ്റമൊന്നുമില്ലല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞു മോളെ എനിക്കോ എന്ന് ചോദിക്കും. ചൂലും ഇങ്ങോട്ട് തന്നെ ഞാൻ അടിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിടിച്ചു. വേണ്ട മോളെ ഞാൻ അടിക്കാം. വേണ്ട അലീന ചേച്ചി പോയിട്ട് ചായ ഉണ്ടാക്കുമെന്ന് പറയും കേട്ടോ. അപ്പം നീ എന്നെ ചേച്ചിയായിട്ട് അംഗീകരിച്ചു? അത് എപ്പോഴേ അംഗീകരിച്ചു, അതുക്കും മേലെ എന്ന് പറയട്ടെ. എന്നുവെച്ചാൽ മകളായിട്ട് തന്നെ അംഗീകരിച്ചു. അച്ഛൻ പറഞ്ഞില്ലേ മകളാണെന്ന്, അപ്പോൾ പിന്നെ ഞാൻ ചേച്ചിയായിട്ട് അംഗീകരിക്കണ്ടേ? ചേച്ചി പോയി ചായ എടുക്കുമെന്ന് പറയും കേട്ടോ. അങ്ങനെ അലീന ചായ എടുക്കാൻ വരും. പിന്നെ ബാലേന്ദ്രൻ ചായ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ബാലേന്ദ്രൻ ചായ കുടിക്കുന്ന സമയത്ത് അലീന പറയുകയാണേ, അതെ ചൂട് 85 ഡിഗ്രി ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ആ കാപ്പി താഴത്ത് വെച്ചിട്ട് അലീനയുടെ ചെവിക്ക് പിടിക്കുകയാണ്. ഇവിടെ കളിയാക്കുന്നോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചെവിക്ക് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, താഴെ എങ്ങനെയുണ്ട് സിറ്റുവേഷനൊക്കെ എന്ന് പറയും കേട്ടോ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അത് പിന്നെ കൃഷ്ണമോളും ഓക്കെയാണ്. അവൾ എൻ്റെ ജീനാണ്, അവൾക്കൊരു മാറ്റം ഉണ്ടാവില്ല, കൊല്ലപ്പള്ളിയിൽ ഒരു അംശം പോലും അവളുടെ ബ്ലഡിലില്ല എന്ന് പറയും കേട്ടോ. ബാക്കി ബബിതയും രോഹിത്തും മിണ്ടുന്നില്ല. അതങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ വൈജയുടെ കാര്യം പറയണ്ട, വൈജ കാല് വെന്ത നായെ പോലെ ഓടി നടക്കുന്നുണ്ടാവുന്നേ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ്.
പിന്നെ എന്തായാലും സാരില്ല, എൻ്റെ തത്വപുത്രിയായിട്ടുള്ള നിയമനത്തിലെ എങ്ങനെയുണ്ട് നിൻ്റെ ഫീലിങ്സ് എന്ന് ചോദിക്കാൻ കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും ഇല്ല. ഓഹ് നാശിപ്പിച്ച് എന്ന് പറയും കേട്ടോ. അതല്ല, ഞാൻ വന്ന നാൾ തുടങ്ങിയിട്ട് ബാലേന്ദ്ര സാറിന് അച്ഛനായിട്ടാണ് കാണുന്നത്. എൻ്റെ അച്ഛൻ്റെ നോട്ടം, എൻ്റെ അച്ഛൻ്റെ ചിരി, എൻ്റെ അച്ഛൻ്റെ സംസാരം, എൻ്റെ അച്ഛൻ്റെ പെരുമാറ്റം, അങ്ങനെ ഞാൻ സാറിനെ കണ്ടിട്ടുള്ളൂ. ശരിക്കും സാറിന് ഞാൻ അച്ഛനായിട്ട് കണ്ടതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് ഒരു ഫീലിങ്സും ഇല്ല എന്ന് പറയും. എനിക്കറിയാലോ പിന്നെ സാറിൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയണം, നിനക്കറിയില്ല എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.